മാടായിപ്പാറ വിഷയത്തിൽ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രവർത്തകർ കുറ്റക്കാരല്ലെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി. ബിജെപിയും സിപിഎമ്മും അനാവശ്യ പ്രകോപനമുണ്ടാക്കി നാടിന്റെ സമാധാനം കളയാനുള്ള ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടിൽ UDF സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചേലേരി. മാടായിപ്പാറയിൽ GIO നടത്തിയ പ്രകടനത്തോടെ മാടായിപ്പാറയുടെയും ക്ഷേത്രങ്ങളുടെയും പവിത്രത നഷ്ടപ്പെടുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് BJP പ്രചരിപ്പിക്കുന്നത്. ഈ പ്രചരണങ്ങളുടെ മുനയൊടിക്കുക എന്ന രൂപത്തിലാണ് CPMും പല പ്രചരണങ്ങളുമായി രംഗത്ത് വന്നത്. വിഷയത്തെ പർവ്വതീകരിക്കാനാണ് ഇരുകൂട്ടരും ശ്രമിച്ചത്. കേവലം രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി നാട്ടിൽ വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ശക്തികൾക്കെതിരെ നാട് ഒന്നാകെ പ്രതികരിക്കണം. വിഷയത്തെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയാണ് UDF ചെയ്തതെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. അവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഉൾപ്പെടെ അതിന്റെ പവിത്രത നശിപ്പിക്കാനൊക്കെ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു എന്നുള്ള രൂപത്തിലാണ് BJPയുടെ പിന്നീട് പ്രചരണം നടന്നു. ഈ പ്രചരണങ്ങൾക്ക് നിലയൊടിക്കാനുള്ള രൂപത്തിലാണ് പിന്നീട് CPMന്റെ ജില്ലാ സംഘടന വന്ന് പഴയങ്ങാടിയിൽ അവരുടേതായിട്ടുള്ള ഒരു യോഗം സംഘടിപ്പിച്ചു. സത്യത്തിൽ ഇത്രമാത്രം വലിയ ഒരു വിവാദപരമായ തലത്തിലേക്ക് വിഷയത്തെ പർവ്വതീകരിച്ചു കൊണ്ടുപോകേണ്ടതുണ്ടോ എന്നുള്ള പ്രശ്നമായിട്ടുള്ള ചോദ്യമാണ് UDF ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ വെക്കുന്നത്. ഈ പ്രശ്നം വിവാദമായപ്പോ കണ്ണൂരിലെ പത്രക്കാരൊക്കെ ഉത്തരവാദപ്പെട്ട പൊതുപ്രവർത്തകന്മാരെ ഞങ്ങളുടെയൊക്കെ പ്രതികരണം തേടുകയുണ്ടായി. പക്ഷേ വസ്തുനിഷ്ഠമായ വിഷയത്തിന്റെ നാനാവശങ്ങളെ കുറിച്ച് പഠിക്കണം താല്പര്യമുണ്ട്. ഒരു മാധ്യമ സംവാദം മുതിരാതെ ജാഗ്രത പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ UDF ചെയർമാൻ സുനിൽ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. SKP സക്കറിയ, ചന്ദ്രൻ തില്ലങ്കേരി, TNA ഖാദർ, സുധീഷ് കടന്നപ്പള്ളി, V രാജൻ, കൂനത്തറ മോഹനൻ, സഹീദ് കായിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.